ചോദ്യം വൈകിയ 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? അപ്പം നമുക്കറിയാം 5 മീറ്ററിൻ്റെ ഡിനോമിനേറ്ററായിട്ട് കാണിക്കേണ്ടത് 5 മീറ്റർ. 5 മീറ്ററിൻ്റെ ആണല്ലോ ചോദ്യം. 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ്? 75. അപ്പോൾ 75 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ മുകളിൽ കാണിക്കുന്നത്. കണ്ടോ, ശതമാനമാക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം? 100 എന്ന് കൊടുക്കണം. ഇവിടെ ഒരു കുഴപ്പം എന്താണ്? ഒരാൾ സെൻറ്റിമീറ്ററിലും ഒരാൾ മീറ്ററിലുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ ഒന്ന് മാറ്റണം. 75 സെൻറ്റിമീറ്റർ അവിടെ കിടക്കും. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പം 5 മീറ്റർ എന്നുള്ള എത്രയായിട്ട് മാറും? 5 × 100. അപ്പോൾ സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ഇനി നമുക്ക് വെട്ടിക്കളഞ്ഞ് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. സെൻറ്റിമീറ്ററാണ് ആദ്യം വെട്ടിപ്പോകുന്നത്. 100 വെട്ടിപ്പോയി. 5 ഒരു തവണ. 75 എത്ര പ്രാവശ്യം ഉണ്ട്? 5 15 തവണ. അപ്പോൾ എത്ര ശതമാനമായി? 15%. ആൻസർ സി ആണ്. ആദ്യം ചോദ്യം വായിക്കുക. ഒരു സംഖ്യയിൽ നിന്നും 2-1 കുറച്ച് കിട്ടിയതിനെ 2-1 കൊണ്ട് ഗുണിച്ചപ്പോൾ 8-1 കിട്ടിയെങ്കിൽ സംഖ്യ ഏത്? ആ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് അധികം എഴുതാം. സംഖ്യയെ ഞാൻ എക്സ് എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നും 2-1 കുറച്ചു എന്നാണ്. അപ്പോൾ -1/2. ഇനി എന്താണ്? ആ കിട്ടിയതിനെ 1/2 കൊണ്ട് ഗുണിക്കണം എന്ന് പറയുമ്പോൾ ഇതൊരു ബ്രാക്കറ്റ് കാണിച്ചിട്ട് വേണം എന്ത് കാണിക്കാൻ? 1/2 കൊണ്ട് ഗുണിക്കാൻ. അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8-1 കിട്ടി. ആ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ആണ് സംഖ്യ, അതിൽ നിന്ന് 1/2 കുറച്ചു, ആ കിട്ടിയതിനെ 1/2 കൊണ്ട് ഗുണിച്ചു, അപ്പോഴത്തേക്ക് നമുക്ക് 1/8 കിട്ടി. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ x-1/2നെ നമുക്കിവിടെ നിർത്താം. അപ്പുറത്തുള്ള 1/8 ആദ്യം കാണിക്കുക. ഈ ഇൻറ്റു 1/2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആകണം. ഒരു ഫ്രാക്ഷനെ അപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അയാളെ ഇൻറ്റു എന്ന് കാണിച്ചിട്ട് 1/2 തിരിച്ചിരുന്ന എത്രയാണ്? 2/1. അവിടെ വെട്ടിക്കളയാം. 2ഉം 8ഉം കൂടെ വെട്ടാം. ഒരു തവണ 8 എത്ര? 4 തവണ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന x-1/2 = 1/4 എന്നാണ്. അപ്പോൾ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ അപ്പുറത്ത് ഉള്ളത് ആദ്യം പറയുക. 1/4 അപ്പുറത്തുണ്ട്. ഈ -1/2 അപ്പുറത്ത് പോകുമ്പോൾ എത്രയാവും? +1/2 ആവും. നമുക്ക് LCM ഉപയോഗിച്ചാണെങ്കിൽ ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ പറയാം 1/4 എന്ന് വെച്ചാൽ 1/4 എന്നാണ്, 1/2 എന്ന് വെച്ചാൽ 1/2 എന്നാണ്. 1/4 1/2 കൂടെ ചേരുമ്പോൾ എത്രയായി? 3/4 അങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ സി ആണ് നമ്മുടെ ആൻസർ. ആദ്യം ചോദ്യം വായിക്കുക. ഒരു സ്കൂളിലെ ആകെ വിദ്യാർത്ഥികളിൽ 65% പേർ പെൺകുട്ടികളാണ്. ആൺകുട്ടികളുടെ എണ്ണം 105 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ആ സ്കൂളിലെ ആകെ വിദ്യാർത്ഥികളെ 100% എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇതിൽ പെൺകുട്ടികൾ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 65%. അപ്പോൾ മിച്ചം എത്രയുണ്ട്? 100%ൽ മിച്ചം എത്രയുണ്ട്? 35%. അപ്പോൾ 35% ആരായിരിക്കണം? ആൺകുട്ടികളായിരിക്കണം. അപ്പം അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം ആകെയുള്ള വിദ്യാർത്ഥികളിൽ 35% പേരാണ് ആര്? ആൺകുട്ടികൾ. ആ ആൺകുട്ടികളുടെ എണ്ണമാണ് നമുക്ക് 105 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ആകെയുള്ള വിദ്യാർത്ഥികളിൽ 35% ആൺകുട്ടികൾ. ആ ആൺകുട്ടികളുടെ എണ്ണമാണ് 105 എന്ന് വെച്ചാൽ ആകെ ഇൻറ്റു 35/100 ആണ് 105. അപ്പോൾ ആകെ എത്ര വിദ്യാർത്ഥികളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 105 അവിടെയുണ്ട് ഇൻറ്റു ഇവിടെയുള്ള 35/100 അങ്ങോട്ട് പോയാൽ നേരെ തിരിയും. 100/35. 35ഉം 105ഉം കൂടെ വെട്ടാം. 3 തവണ. അങ്ങനെ 3 × 100 എത്ര കിട്ടി? 300 എന്ന് കിട്ടി. അപ്പോൾ ആകെ 300 കുട്ടികൾ അവിടെയുണ്ട്. ആ 300 കുട്ടികളിൽ 65% പേർ പെൺകുട്ടികളാണ്. അപ്പോൾ നമുക്ക് 65/100 കണ്ടുപിടിക്കാം. 0 0 വെട്ടിപ്പോയി. 65 × 3
195. അപ്പോൾ ആകെ എത്ര പെൺകുട്ടികളുണ്ട്? 195 പെൺകുട്ടികളുണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 1, 3, 6, 10, 15 എക്സെട്ര. ഈ സീരീസിലെ 50ാമത്തെ പദം എത്ര? ഇത് സമാന്തര ശ്രേണിയല്ല, എന്നുവെച്ചാൽ AP അല്ല, സമഗുണിത ശ്രേണിയല്ല, GPയുമല്ല. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു നേച്ചർ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒന്നാമത്തെ പദമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒന്നാമത്തെ പദം എന്ന് വെച്ചാൽ 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരെണ്ണൽ സംഖ്യ എടുത്തുന്ന. രണ്ടാമത്തെ പദമായ 3 എന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 1 + 2, അപ്പോഴാണ് എത്ര 3 കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ പദമായ 6 വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 1 + 2 + 3, അത് കൂട്ടിയപ്പോഴാണ് എത്ര കിട്ടിയിരിക്കുന്നത്? 6 കിട്ടിയിരിക്കുന്നത്. നാലാമത്തെ പദമായ 10 കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? 1 + 2 + 3 + 4, അങ്ങനെയാണ് 10 കിട്ടിയിരിക്കുന്നത്. അഞ്ചാമത്തെ പദമായ 15 വന്നിരിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. 1 + 2 + 3 + 4 + 5, ഇത് കൂട്ടിയപ്പോഴാണ് എത്ര കിട്ടിയത്? 15 കിട്ടിയത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഒന്നാമത്തെ പദമായപ്പോൾ ഒരു എണ്ണൽ സംഖ്യ എടുത്തു, രണ്ടാമത്തെ പദമായപ്പോൾ 2 എണ്ണൽ സംഖ്യ എടുത്തു, മൂന്നാമത്തെ പദമായപ്പോൾ 3 എണ്ണൽ സംഖ്യ തമ്മിൽ പ്രസ് ചെയ്തുകൊണ്ടോ, നാലാമത്തെയപ്പോൾ 4 എണ്ണം എടുത്തു, അഞ്ചാമത്തെയപ്പോൾ 5 എണ്ണം എടുത്തു. അപ്പോൾ 50ാമത്തെ ആകുമ്പോൾ എന്ത് ചെയ്യണം? 1 + 2 + 3 + എവിടം വരെ എടുക്കണം? 50 വരെ എടുക്കണം. കണ്ടോ? അപ്പോൾ ഒന്നാമത്തെയപ്പോൾ 1 ആദ്യത്തെ ഒരെണ്ണം എടുത്തു, രണ്ടാമത്തെയപ്പോൾ 1 + 2, മൂന്നാമത്തെയപ്പോൾ 1 + 2 + 3, നാലാമത്തെയപ്പോൾ 1 + 2 + 3 + 4. അങ്ങനെ പറയുമ്പോൾ 50ാമത്തെ ആകുമ്പോൾ 1 + 2 + 3 + 50. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടോ? 1 + 2 + 3 + എക്സെട്ര, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? n × n + 1/2. ഇവിടെ n എന്നുള്ളത് 50 ആയതിനാൽ നമുക്ക് പറയാം n × ദാറ്റ് ഈസ് 50 × n + 1 എന്ന് വെച്ചാൽ 50 + 1, 51/2. 2ഉം 50ഉം കൂടെ വെട്ടുമ്പോൾ എത്ര കിട്ടാം? 25. 25 × 51 കണ്ടുപിടിക്കുക. 25നെ 51 വെച്ച് നിങ്ങൾ ഗുണിച്ച് നോക്കിക്കൊള്ളുക. 1275 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. ആദ്യം ചോദ്യം വായിക്കുക. 300നും 500നും ഇടയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് 300നും 500നും ഇടയിൽ 7ൻ്റെ ഗുണിതങ്ങളായ എത്ര സംഖ്യകളുണ്ട്, എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അവയുടെ തുകയൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ 300 എന്ന് പറയുന്ന സംഖ്യ ആദ്യം എഴുതിയിടുക. ആ 300നെ ആരുടെ ഗുണിതമാണ്? 7 കൊണ്ടല്ലേ. അപ്പോൾ 7 കൊണ്ട് നിശേഷം ഹരിക്കണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 4 28, 30ൽ 4 തവണ 28, 30ൽ നിന്ന് 28 കുറച്ചാൽ 2, അവിടെയുള്ളൊരു 0 അങ്ങ് ഇറക്കി എഴുതുക. 20, 20ൽ എത്ര പ്രാവശ്യമുണ്ട്? 7, 2 തവണ 7 2 14. മിച്ചം 6 ഉണ്ട്. ആ മിച്ചം വന്നിരിക്കുന്ന ആൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും 500 ഇതുപോലെ തന്നെ എടുത്ത് ഡിവൈഡ് ചെയ്യുക. 500നെയും എത്ര കൊണ്ട്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര പ്രാവശ്യം? 7 7 49. ശിഷ്ടം എത്രയുണ്ട്? 1. ആ 0 ഇറക്കി എഴുതുമ്പോൾ 10. 10ൽ വീണ്ടും എത്ര പ്രാവശ്യം? 1 തവണ 7, ശിഷ്ടം 3. ആ ശിഷ്ടം ഒന്നും നോക്കണ്ട. മുകളിൽ വന്നിരിക്കുന്ന ഹരണഫലം 2 നോക്കിക്കുക. ഏതൊക്കെയാണ്? 71, 42. അവ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. 71ൽ നിന്ന് 42 കുറച്ചാൽ മാത്രം മതി. എത്രയാണത്? 29. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ഡിവൈഡ് ചെയ്യുക. ആ ഹരണഫലങ്ങളുടെ വ്യത്യാസം എടുക്കുക. 71 42ൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ്. ചോദ്യം വായിക്കുക. 20%, 10%, 25% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര ശതമാനം? നമ്മൾ ആദ്യം നോക്കേണ്ടത് 3 ഡിസ്കൗണ്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ 100 രൂപയാണ് നമ്മളിപ്പോൾ വാങ്ങാൻ പോയ സാധനത്തിൻ്റെ വില എന്ന് വിചാരിക്കുക. നമ്മൾ വാങ്ങിക്കാൻ പോയ സാധനത്തിൻ്റെ വില എത്രയാണ്? 100 രൂപയാണ്. അപ്പോൾ ആ 100 രൂപയുടെ സാധനമാണ് എനിക്കവർ ആദ്യം എത്ര ശതമാനം ഡിസ്കൗണ്ട്? 20% ഡിസ്കൗണ്ട് തന്നു എന്ന് വെച്ചാൽ എത്ര ശതമാനമാണ്?
80% എന്നാണ് അർത്ഥം അല്ലേ? ഇനി 10% ഡിസ്കൗണ്ട് നൽകുന്നല്ലോ 90% എന്നാണ്. 25% ഡിസ്കൗണ്ട് വെച്ചാലോ 75% എന്നാണ്. അപ്പോൾ 20% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 80%, 10% ഡിസ്കൗണ്ട് വെച്ചാൽ 90%, 25% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 75%. ഇനി നമുക്ക് വെട്ടി കളഞ്ഞാൽ മതി. 100 വെട്ടി, ഈ 0 ഇവിടുത്തെ ഒരു 0 വെട്ടി, ഇതേ 0 വെട്ടി. 75 100 കൂടെ വെട്ടാം. 25ൻ്റെ ടേബിൾ 25 3 തവണ ചേരുമ്പോഴാണ് 75 ആകുന്നത്. 4 തവണ ചേരുമ്പോഴാണ് 100 ആകുന്നത്. ഇനി ഞാൻ 4ഉം 8ഉം കൂടെ വെട്ടാം 2 തവണ. ഇനി എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. ഒരു 2, ഒരു 3, ഒരു 9 ഉണ്ടോ? അപ്പോൾ 3 2 6, 6 × 9 54 എന്ന് കിട്ടി അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? 100 രൂപയുടെ വസ്തു എനിക്ക് 54 രൂപയ്ക്ക് കിട്ടി. എന്ന് വെച്ചാൽ എനിക്ക് എത്ര രൂപ കുറഞ്ഞ് കിട്ടി? 100 രൂപയുടെ വസ്തുവാണ് ഞാൻ വാങ്ങിക്കാൻ ചെന്നത്. ഡിസ്കൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ 54 രൂപ കൊടുത്തു. എന്ന് വെച്ചാൽ 100 - 54 46 രൂപ എനിക്ക് കുറഞ്ഞ് കിട്ടി. അഥവാ 46% ഡിസ്കൗണ്ട് എനിക്ക് കിട്ടി എന്നർത്ഥം. അപ്പോൾ ആൻസർ എത്രയാണ്? സി എന്നാണ് ആൻസർ. ചോദ്യം വായിക്കുക. ഒരു സംഖ്യയുടെ 2/3 96 ആയാൽ സംഖ്യയുടെ 25% എത്ര? ആദ്യമേ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് എഴുതിയാൽ മതി. സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു. ആ എക്സിൻ്റെ 2/3 അഥവാ 2/3 എന്ന് പറയുന്നതാണ് എത്ര? 96. അത് മനസ്സിലായാണ് ബാക്കി കിട്ടുമോ? ഉണ്ടോ? സംഖ്യയുടെ എന്ന് വെച്ചാൽ എക്സ് 2/3 എന്ന് വെച്ചാൽ ഇൻറ്റു 2/3 എത്ര? ഈക്വൽ ടു 96. അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു 96 ഉണ്ട്. ഇവിടെയുള്ള 2/3 അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞു വരണം. 3/2 2 96 48 തവണ. ഇനി 48നെ 3 വെച്ച് ഗുണിക്കണം. അപ്പം 120ഉം 24 144. അപ്പോൾ സംഖ്യ 144 എന്ന് കിട്ടി. ഇനി ഈ സംഖ്യയുടെ 25% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? സംഖ്യയുടെ 25% എന്ന് വെച്ചാൽ 144ൻ്റെ 25%. നമുക്ക് വെട്ടാം. 25ഉം 100ഉം കൂടെ തന്നെ വെട്ടാം. ഇത് 1 തവണ, ഇത് 4 തവണ. 4ഉം 144 കൂടെ വെട്ടാം. 14 എത്ര പ്രാവശ്യമുണ്ട്? 3 തവണ. ശിഷ്ടം 2 24 6 തവണ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 36 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ ബി ആണ് നമ്മുടെ ഓപ്ഷൻ. ആദ്യം ചോദ്യം വായിക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക 3n² + 5n ആയാൽ മൂന്നാമത്തെ പദം എത്ര? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചോദ്യത്തിൽ ഒരു സമാന്തര ശ്രേണിയുടെ n പദം തന്നിട്ട് n പദങ്ങളുടെ തുക തന്നിട്ട് നമ്മുടെ ഇതുപോലെ പൊതുവ്യത്യാസം ചോദിക്കാം, ആദ്യ പദം ചോദിക്കാം, ചിലപ്പോൾ രണ്ടാമത്തെ പദമോ മൂന്നാമത്തെ പദമോ എന്തെങ്കിലും ചോദിക്കാം, ശ്രേണി തന്നെ ചോദിക്കാം. എങ്ങനെ ചെയ്യണം നമുക്കത്? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന കാര്യം SN എന്നാണെന്ന് മനസ്സിലാക്കുക. SN ആണ് നമുക്കെന്ത്? 3n² + 5n. ഇങ്ങനെ തുക കിട്ടിയാൽ നമുക്കിവിടുന്ന് ആദ്യ പദം നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യ പദം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ആ എന്നും n² ഒക്കെ കളഞ്ഞേക്കാം. അവിടെയുള്ള സംഖ്യ മാത്രം എടുക്കുക. എത്ര? 3 + 5. അപ്പം ആദ്യ പദം 8 എന്ന് കിട്ടി. ഇനി പൊതുവ്യത്യാസം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ 3n² + 5n എന്ന് പറയുന്നില്ല, ആ സ്ക്വയർ ടേം എന്ന് പറയുക 3n² എന്നാണ്. ഇവിടെ ആദ്യമുള്ള 3 എന്ന് പറയുന്ന സംഖ്യയും സ്ക്വയറിൻ്റെ ആ 2ഉം കൂടെ ഇൻറ്റു ചെയ്യുക. എത്രയാണ്? 6 എന്നാണ് കിട്ടുക. അപ്പോൾ പൊതുവ്യത്യാസം 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ആ ശ്രേണി തന്നെ അങ്ങ് പറഞ്ഞേക്കാം. എങ്ങനെയാണ്? ആദ്യ പദം 8 എന്നാണ്. പൊതുവ്യത്യാസം 6 എന്ന് വെച്ചാൽ 6 കൂടി പോകണം. അപ്പം അടുത്ത പദം എന്തായിരിക്കും? 8 + 6 14. വീണ്ടും 14 + 6 20.
വീണ്ടും 20+6 26 അങ്ങനെ പോകുന്ന ശ്രേണി. അപ്പോൾ നമുക്ക് വേണ്ടത് മൂന്നാമത്തെ പദമാണ്. മൂന്നാമത്തെ പദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാം? 20 എന്നാണ്. അപ്പോൾ ആൻസർ സി ആണ് നമ്മുടെ ആൻസർ. ആദ്യം ചോദ്യം വായിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ അംശബന്ധമാകാൻ സാധ്യത ഉള്ളത് ഏത്? ഇവിടെ കോണുകളുടെ അളവുകളുടെ അംശബന്ധമാണ്, വശങ്ങളുടെ അല്ല. അപ്പോൾ എങ്ങനെയാണത് പറയുക? നമുക്കതിനായിട്ട് ആദ്യം ഒരു മട്ടത്രികോണം ഞാൻ വരയ്ക്കുക. മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കോൺ 90 ആയിരിക്കും, മട്ടകോണായിരിക്കും. അത് 90 ആണ്. അപ്പോൾ ഈ ഒരാൾ 90 ആണ്. പിന്നെന്താണ്? ഈ ബാക്കിയുള്ള ചെറിയ 2 കോണുകൾ കൂട്ടിയാൽ 90 കിട്ടുകയും ചെയ്യണം. അങ്ങനെയാണ് ആകെ 180 ആകുന്നത്. അപ്പോൾ ആ ചെറിയ കോണുകൾ കൂട്ടുമ്പോൾ 90 ആണ്. ഞാനതിനെ 40 എന്നും 50 എന്നും കൊടുക്കുകയാണ്. ഇഷ്ടമുള്ളത് കൊടുക്കാം. കണ്ടോ? ഇപ്പോൾ അംശബന്ധം എടുക്കുമ്പോൾ എങ്ങനെ കിട്ടാം? 90:40:50 അഥവാ 9:4:5 എന്ന് കിട്ടി. ഞാൻ ഒരു ട്രയാങ്കിൾ കൂടെ വരയ്ക്കുകയാണ്. ഇതുപോലെ റൈറ്റ് ട്രയാങ്കിൾ. ഇത് 90 ഡിഗ്രിയാണ്. ഇയാൾ ഞാൻ 60 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ 30 ആയിരിക്കും. കാരണം ചെറിയ കോണുകൾ കൂട്ടിയാൽ അല്ലേ 90 കിട്ടണം. വീണ്ടും ഞാൻ ഒന്നുകൂടെ അംശബന്ധം പറയുകയാണ്. 90:60:30 ചെറുതാക്കുമ്പോൾ 9 അല്ലേ 6:3 എന്നാണ്. ഒന്നുകൂടെ ചെറുതാക്കാം. 3:2:1. ഇനി എങ്ങനെയാണിത് മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാണെന്ന് മനസ്സിലാക്കുന്നത്? ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. ഈ തന്നിരിക്കുന്ന നമ്മുടെ അംശബന്ധത്തിലെ ചെറിയ സംഖ്യകൾ കൂട്ടിയാൽ, കണ്ടോ, ചെറിയ സംഖ്യയായ 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ അംശബന്ധത്തിലെ വലിയ സംഖ്യയായ 9 കിട്ടി. ഇതുപോലെ ഇവിടെയും ചെറിയ സംഖ്യയായ 2ഉം 1ഉം കൂട്ടിയപ്പോൾ വലിയ സംഖ്യയായ 3 കിട്ടി. ഇനി നമുക്ക് നോക്കാം നമ്മുടെ അംശബന്ധങ്ങളൊക്കെ. അപ്പോൾ ചെറിയ അംശബന്ധത്തിലെ ചെറിയ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യ കിട്ടണം. ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് 3, 4, 5. ചെറിയ സംഖ്യകൾ ആരൊക്കെയാണ്? 3ഉം 4ഉം കൂട്ടിയാൽ 7 കിട്ടും. വലിയ സംഖ്യ അല്ല കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ ആളെടുത്തേക്ക് 5, 6, 2. ചെറിയ സംഖ്യകൾ ആരൊക്കെയാണ്? 5ഉം 2ഉമാണ്. കൂട്ടിയപ്പോൾ 7 വന്നു. അവിടുത്തെ വലിയ സംഖ്യ 7 അല്ല. ഇനി മൂന്നാമത്തെ ആളെടുത്ത് ചെറിയ സംഖ്യകൾ 8, 5. 8ഉം 5ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 13 കിട്ടാം. അത് തന്നെയാണ് വലിയ സംഖ്യ. ഉണ്ടോ? അപ്പോൾ ചെറിയ സംഖ്യ കൂട്ടിയപ്പോൾ നമുക്ക് വലിയ സംഖ്യ കിട്ടുന്നുണ്ട്. 8ഉം 5ഉം ചെറിയ സംഖ്യകളാണ്. കൂട്ടിയപ്പോൾ വലിയ സംഖ്യയായ 13 കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആരാണ്? സി ആണ്. അപ്പോൾ അതിൻ്റെ നിയമം ഓർത്തിരിക്കുക. ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാണെന്ന് ചോദിക്കുമ്പോൾ അംശബന്ധത്തിലെ ചെറിയ സംഖ്യകളുടെ തുക എടുക്കുമ്പോൾ അത് വലിയ സംഖ്യയ്ക്ക് തുല്യമായിരിക്കണം. ചോദ്യം വായിക്കുക. 7ൻ്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഇങ്ങനെ ഗുണിതങ്ങളുടെ ശരാശരി പറയുമ്പോൾ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഇവിടെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്നാണ്. എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n+1/2. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എങ്ങനെ? n+1/2. അപ്പോൾ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ആകുമ്പോൾ എങ്ങനെ പറയും? 25 + 1/2 എന്നാണ്. അപ്പോൾ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയായി. ഇനി നമ്മുടെ ചോദ്യം വായിച്ചാൽ 7ൻ്റെ ഗുണിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആരുടെ ഗുണിതമാണോ അതങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. ×7. അപ്പോൾ 8ൻ്റെ ഗുണിതമാണെങ്കിൽ ×8 അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ആദ്യം 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 25 + 1/2 പറയുക. ഇനി ആരുടെ ഗുണിതമാണോ അതങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. ഇനി സിംപ്ലിഫിക്കേഷൻ. 25 1ഉം 26/2 × 7. 26/2 എത്രയാണ്? 13. 13 × 7. 13 7 വെച്ച് ഗുണിച്ച് നോക്കിക്കൊള്ള 91 എന്ന് കിട്ടും. 91. നമ്മുടെ ആൻസർ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 3 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 11ൻ്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 11 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4ൻ്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 75 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 9ൻ്റെ ഗുണിതങ്ങളായ ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര?